മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം കേരളത്തിലേക്ക് വരുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഒക്ടോബറിലോ നവംബറിലോ ടീം എത്തില്ലെന്നാണ് സൂചന. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ച സ്പോൺസർ ഇനിയും തുടരും എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അർജുൻ രാജ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, ഗുഡ് മോർണിംഗ്. അർജന്റീന എത്തുമോ, മെസ്സി വരുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വരാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ് കായിക മന്ത്രിയുടെ ഓഫീസ് ഇന്നലെ വിവരാവകാശ രേഖയ്ക്ക് നൽകിയ മറുപടി. ഇന്നലെയല്ല, നേരത്തെ നൽകിയ മറുപടിയാണ്, പക്ഷേ ഇന്നലെയാണ് പുറത്തു വന്നത്. അപ്പോൾ മെസ്സി വരില്ല, അല്ലെങ്കിൽ മെസ്സിയുടെ വരവ് നീളും, എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്? ഗുഡ് മോർണിംഗ് ബിനിൽ. രണ്ടാമത് പറഞ്ഞതാണ്, അതായത് മെസ്സിയുടെ വരവ് നീളും എന്നായിരിക്കും കുറെ കൂടി അനുയോജ്യം എന്ന് തോന്നുന്നുണ്ട്. ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നതിലാണ് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നത്. അതായത് ആ സമയങ്ങളിൽ വരാനുള്ള സാധ്യതയാണ്, ആ സാധ്യതയ്ക്കാണ് മങ്ങലേറ്റത്. പക്ഷേ ലയണൽ മെസ്സി കേരള സന്ദർശനം ഉണ്ടാകുമെന്നുള്ളത് കായിക വകുപ്പ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനം ഈ സ്പോൺസർമാരും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ള ചർച്ച ഇപ്പോഴും സജീവമായി തുടരുന്നുണ്ട്. ഒരു കരാറിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട്. ആദ്യ ഗഡു, ഈ കരാർ പ്രകാരമുള്ള അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ നൽകേണ്ട തുകയുടെ ആദ്യ ഗഡു നൽകിയിട്ടുണ്ട് എന്നാണ് സ്പോൺസർമാർ കായിക വകുപ്പിനെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കരാർ ഉണ്ടാകുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അവർ അതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ് കായിക വകുപ്പ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒക്ടോബർ നവംബർ നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് മെസ്സി ഉൾപ്പെടെയുള്ള ടീം കേരളത്തിലേക്ക് വരില്ല എന്ന് പറയുമ്പോൾ കൂടിയും അവരുടെ സന്ദർശനം ഉണ്ടാകുമെന്ന് ഇപ്പോഴും കായിക വകുപ്പ് പ്രതീക്ഷ വെക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ച ഇനിയും തുടരുമെന്നുള്ളതാണ് സ്പോൺസർമാരും കായിക വകുപ്പിനെ അറിയിച്ചിട്ടുള്ളത്. അതെന്നായിരിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇനി നമ്മൾക്ക് പ്രതീക്ഷ, അല്ലെങ്കിൽ ആ കാര്യമാണ് ഇനി അറിയേണ്ടത്. പ്രധാനപ്പെട്ട കാര്യം, ലയണൽ മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലേക്ക് വരുന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കേരളത്തിലല്ല, മറ്റ് ചില നഗരങ്ങളിൽ ചില പരിപാടികളിൽ ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള ചില മത്സരങ്ങളൊക്കെ അദ്ദേഹം കളിക്കുമെന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഡിസംബർ 2ാം വാരം അദ്ദേഹം ഇന്ത്യയിലെത്തുകയും പല നഗരങ്ങളിലും പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്നുള്ളത് ഇതിനോടകം തന്നെ ആ രീതിയിലുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷേ അതേ ഘട്ടത്തിലാണ് കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനം സംബന്ധിച്ച് ഒരു വിവരവും അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ നൽകാതിരുന്നത്. അതാണ് ഇക്കാര്യത്തിലൊരു അനിശ്ചിതത്വം ഉണ്ട് എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ വരികയും ചെയ്തത്. ഒപ്പം തന്നെ ഈ സ്പോൺസർമാരെ ഒക്ടോബർ നവംബർ എന്നുള്ള മാസം മാറ്റി മറ്റൊരു സമയത്തേക്ക് സന്ദർശനം മാറ്റാമോ എന്നുള്ള കാര്യം അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ചോദിക്കുകയും ചെയ്തു. പക്ഷേ കായിക വകുപ്പിൻ്റെ ആഗ്രഹവും അവർ സ്പോൺസർമാരെ അറിയിച്ച നിലപാടും ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തന്നെ ടീം വരേണ്ടതാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്ന ഘട്ടത്തിൽ ഇനി ജനുവരിയിലേക്കെങ്കിലും ടീമിനെ കൊണ്ടുവരാനുള്ളൊരു ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ജൂണിൽ അടുത്ത ലോകകപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തിലെങ്കിലും മെസ്സി അടങ്ങുന്ന ടീം വന്നിട്ടില്ലെങ്കിൽ ഈ സന്ദർശനം ഒരുപാട് നീടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനുവരിയിലേക്കെങ്കിലും ലയണൽ മെസ്സി അടങ്ങുന്ന ടീമിനെ കേരളത്തിൽ എത്തിക്കാനുള്ള ശ്രമമായിരിക്കും സ്പോൺസർമാർ നടത്തുക. അതിനോടകം തന്നെ വരുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇതിന് ശേഷമെങ്കിലും മെസ്സിയെയും അർജന്റീന ടീമിനെ എത്തിക്കാനായിരിക്കും സ്പോൺസർമാരും കായിക വകുപ്പും ശ്രമിക്കുക. പക്ഷേ എത്രത്തോളം പ്രായോഗികമാകുമെന്ന ചോദ്യമാണ്. അർജുൻ രാജ് പ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേർന്നത്. അർജുൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മെസ്സി വരുന്നുണ്ട്, ഇന്ത്യയിൽ വരുന്നുണ്ട്, പക്ഷേ കേരളത്തിലില്ല. മെസ്സിയുടെ ഐറ്റിനറി പ്രകാരം ഡിസംബർ 12-ാം തീയതി 10 മണിക്ക് അദ്ദേഹം കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ ഐറ്റിനറി തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് ഒരു ദിവസം മൊത്തം കൊൽക്കത്തയിൽ തുടരുന്ന അദ്ദേഹം ഈ കൊൽക്കത്തയിലെ ഷെഡ്യൂൾ 13-ാം തീയതി വരെ പൂർത്തിയാക്കും. 9 മണിക്ക് അവിടെ ഒരു പരിപാടിയുണ്ട്. അവിടെ പ്രധാനമായ ലേക്ക് ടൗൺ, സിർഭൂമി ലേക്ക് ടൗണിലെ ഒരു പരിപാടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ 70 അടി ഉയരമുള്ള ഒരു പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെസ്സിയുടെ പ്രതിമയാണിതെന്നുള്ളതാണ് സംഘാടകർ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം മുംബൈയിലേക്ക് പോകുന്നുണ്ട്. മുംബൈയിൽ അദ്ദേഹം അതിനു മുൻപ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കാണുന്നുണ്ട്. ഒരു ഫെസിലിറ്റേഷൻ, അതായത് ഒരു അനുമോദന ചടങ്ങ് ഉണ്ട്. അതിനുശേഷം 14-ാം തീയതി അദ്ദേഹം വാങ്കഡെ സ്റ്റേഡിയത്തിൽ എത്തുന്നുണ്ട്. 5:30 ഗോഡ് കപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് വേണ്ടിയാണ്. അവിടെ അദ്ദേഹം ഒരു സോഫ്റ്റ് ബോൾ ഫുട്ബോളും അതിൻ്റെ ഭാഗമാകും, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹനം നൽകുമെന്ന സൂചനകളുണ്ട്. അതിനുശേഷം അദ്ദേഹം പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ തൽക്കത്തോറ സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയത്തിൽ, അതിൻ്റെ വെന്യൂ തീരുമാനമായിട്ടില്ല, അവിടെ അല്ലെങ്കിൽ പുറത്തു വന്നിട്ടില്ല, അവിടെ MS ധോണി ഉൾപ്പെടെയുള്ള, കൊൽക്കത്തയിൽ വെച്ച് അദ്ദേഹം സൗരവ് ഗാംഗുലിയെ കാണുന്നുണ്ട്.
ഡൽഹിയിൽ വെച്ച് അദ്ദേഹം എം എസ് ധോണിയെ കാണും എന്ന സൂചനകളുണ്ട്. കോഹ്ലിയും കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ക്രിക്കറ്റിൻ ലെജൻസിനെ കാണുന്നു. ഒപ്പം തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഇന്ത്യൻ പുരുഷ ടീമുമായും അദ്ദേഹം അല്ലെങ്കിൽ വനിതാ പുരുഷ ടീമുകളുമായിട്ടും അദ്ദേഹം സംവദിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മെസ്സി കാണും, സന്ദർശിക്കും എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇതാണ് ഇതുവരെയുള്ള ഷെഡ്യൂൾ. ഇതിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് മലയാളത്തിലെ ഒരുപാട് നാളുകളായി ആഗ്രഹിക്കുകയാണ് മറ്റേത് നാട്ടുകാരെക്കാളും. ആ മലയാളികളെ സംബന്ധിച്ചൊരു നിരാശയാണ് എന്നുള്ളതാണ്. പക്ഷേ വളരെ വേഗത്തിൽ മെസ്സിയെ കൊണ്ടുവരാൻ കായിക വകുപ്പിനാകട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്.